മാലിന്യ പ്രശ്നം ഇവിടെ ഞാൻ പറയുമ്പോൾ എന്ത് സംസാരിക്കുകയാണ് അല്ലേ? ജൈവ മാലിന്യങ്ങൾ മാത്രമേ ഉള്ളൂ. അജൈവ മാലിന്യങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ആർക്കെങ്കിലും പിടിയുണ്ടോ? എങ്ങോട്ടാ പോകുന്നത്? പ്ലാസ്റ്റിക് മുന്നിൽ എങ്ങോട്ടാ പോകുന്നതിന് ആർക്കും പിടിയില്ല. ഒരു പിടിയില്ല. എവിടേക്കാ പോകുന്നത്? ജൈവ മാലിന്യങ്ങളുടെ പ്ലാന്റ് വരുന്നുണ്ട്. അതിന്റെ റെസിഡ്യൂവൽ എവിടെയാണ് നിക്ഷേപിക്കാൻ പോകുന്നതെന്ന് ഒരു പ്ലാനും ഇല്ല. എന്ത് പ്ലാനിംഗ് ആണ്? അങ്ങോട്ട് ജൈവ മാലിന്യം സംസ്കരിക്കാൻ അങ്ങോട്ട് 2500 രൂപ ഒരു ടണ്ണിന് വെച്ച് കൊടുക്കും അല്ലേ? അപ്പൊ 100 ടണ്ണിന് എത്ര രൂപയായി? 100 ടണ്ണാണല്ലോ വേസ്റ്റ് എന്ന് നമ്മുടെ സങ്കല്പം. ശരാശരി 100 ടണ്ണ് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്രയായി? 2 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇത് കച്ചവടമാണത്. ഇത് കച്ചവടമാണ്. മാലിന്യ നീക്കം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കച്ചവടമായി അത് വികസിച്ചിരിക്കുക. ആ വികസനം നടന്നിട്ടുണ്ട്. അഴിമതിയുടെ വികസനം നടന്നിട്ടുണ്ട്. ഈ നഗരസഭ അവര് നിഷ്ക്രിയമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ UDF ഭരണം കൊണ്ടുവന്ന ഈ CSM ആ പ്രോജക്ട് ഇല്ലായിരുന്നുവെങ്കിൽ, സ്മാർട്ട് സിറ്റി പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ വെറുതെ ഇരിക്കുമായിരുന്നു. ഒരു പണിയില്ലാതെ ചുമ്മാ ഇരിക്കുമായിരുന്നു. അതാണ് നഗരസഭയുടെ സ്ഥിതി. അതുകൊണ്ട്